ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച നിയമാവലിയിലേക്ക് കടക്കുമ്പോൾ അധ്യായം 22 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ മോഷണം സംബന്ധിച്ചുള്ള കാര്യത്തെപ്പറ്റിയാണ്. ഒരുത്തൻ, അധ്യായം 22 1 വാക്യം, ഒരുത്തൻ ഒരു കാളയോ ഒരു ആടിനെയോ മോഷ്ടിച്ച് അറക്കുകയാകട്ടെ വിൽക്കുകയാകട്ടെ ചെയ്താൽ അവനൊരു കാളയ്ക്ക് 5 കാളയും ഒരു ആടിന് 4 ആടിനെയും പകരം കൊടുക്കണം. കള്ളൻ വീട് മുറിക്കുമ്പോൾ പിടിക്കപ്പെട്ട് അടികൊണ്ട് മരിച്ചു പോയാൽ അവനെ സംബന്ധിച്ച് രക്തബാധകമില്ല. എന്നാൽ അത് നേരം വെളുത്ത ശേഷമാകുന്നുവെങ്കിൽ രക്തബാധകമുണ്ട്. കള്ളൻ ശരിയായിട്ട് പ്രതിശാന്തി ചെയ്യണം. അവൻ വകയില്ലാത്തവനാണെങ്കിൽ തൻ്റെ മോഷണ നിമിത്തം അവനെ വിൽക്കണം. മോഷണ വസ്തുവായ കാളയോ കഴുതയോ ആടിനെയോ ജീവനോടെ അവൻ്റെ കൈവശം കണ്ടുപിടിച്ചാൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം. അപ്പോൾ ഇത് സംഭവിക്കുന്ന മോഷണം സംബന്ധിച്ചുള്ള കാര്യമാണ്. അറിഞ്ഞും അറിയാതെയും ഈ കാളയും കഴുതിയൊന്നുമല്ല നമ്മുടെ മോഷണം. നിസ്സാരമായ ഒരു ഓഫീസിലെ ഒരു പേപ്പർ എടുത്താൽ പോലും, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഓഫീസിലെ ഒരു പേന എടുത്താൽ പോലും, വീട്ടിലെ ആളിൻ്റെ തലവേദനയ്ക്ക് ആശുപത്രിയിലെ ഒരു പാരസെറ്റമോൾ മോഷ്ടിച്ചാൽ പോലും മോഷണമാണ്. 1 രൂപ മോഷ്ടിക്കുന്നതും തൻ്റേതല്ലാത്തതൊന്നും കയ്യിൽ വരരുത്, മോഷണമാണ്. ഈ നോമ്പ് കാലത്ത് അത് നമ്മളെ ശക്തീകരിക്കട്ടെ. 5-6 വാക്യങ്ങളിൽ ലോ കൺസേൺസ് പ്രോപ്പർട്ടി ഡാമേജ്. കാരണം ഒരുത്തൻ്റെ വസ്തുവോ, 5-ാം വാക്യത്തിൽ ഒരുത്തനൊരു വയലോ മുന്തിരിത്തോട്ടമോ തീറ്റിക്കുകയാകട്ടെ തൻ്റെ കന്നുകാലിയെ അഴിച്ചുവിട്ട് അത് മറ്റൊരുത്തൻ്റെ വയലിൽ മേലുകയാകട്ടെ ചെയ്താൽ അവൻ തൻ്റെ വയലിലുള്ളതിൽ ഉത്തമമായതും തൻ്റെ മുന്തിരിത്തോട്ടത്തുള്ളതിൽ ഉത്തമമായതും പകരം കൊടുക്കണം. തീ വീണ് കാട് കത്തിച്ചിട്ട് കറ്റക്കൂട്ടമോ വിളവോ നിലമോ വെന്തുപോയെങ്കിൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കണം. 5-6 വാക്യങ്ങളിൽ ഒരുത്തൻ ചെയ്യേണ്ട സാമ്പത്തികമായ കാര്യങ്ങളിലാണ്. വളരെ കൃത്യമായി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ലാഭത്തിന് വേണ്ടി വേറൊരുത്തനെ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസിലാകാം, നമ്മൾ ഏത് മേഖലകളിലുമാകാം, അത് ഇതിന് പകരം വെക്കുന്ന പാപമാണ്. 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് നമ്മളുടെ ഡിസോണസ്റ്റി, അത് നമുക്ക് സത്യസന്ധയില്ലായ്മ. 7-ാം വാക്യത്തിൽ ഒരുത്തൻ കൂട്ടുകാരൻ്റെ പറ്റിൽ പണമോ വല്ല സാധനമോ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കെ അത് അവൻ്റെ വീട്ടിൽ നിന്ന് കളവ് പോയാൽ, കള്ളനെ പിടികിട്ടിയെന്ന് വരികിൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം. കള്ളനെ പിടികിട്ടാതിരുന്നാൽ ആ വീട്ടുകാരൻ കൂട്ടുകാരൻ്റെ വസ്തുവിന്മേൽ കൈവച്ചിട്ടുണ്ടോ എന്ന് അറിവാൻ അവനെ ദൈവസന്നിധിയിൽ കൊണ്ടുപോകണം. പണ്ട് കോടതികളൊന്നുമില്ലായിരുന്നു, എല്ലാം ദൈവസന്നിധിയിലാണ് കാര്യങ്ങൾ തീരുന്നത്. പള്ളിയിലായിരുന്നു കാര്യങ്ങളൊക്കെ തീരുന്നത്. 9-ാം വാക്യത്തിൽ കാണാതെ പോയ കാള, കഴുത, ആട്, വസ്ത്രം മുതലായ യാതൊന്നിനെയും സംബന്ധിച്ച് ഇതെനിക്കുള്ളതെന്ന് ഒരുവൻ പറഞ്ഞ് കുറ്റം ചുമത്തിയാൽ ഇരു പാട്ടുകാരുടെയും കാര്യം ദൈവസന്നിധിയിൽ വരണം. കുറ്റക്കാരനെന്ന് ദൈവം വിധിക്കുന്നവൻ കുറ്റക്കാരന് ഇരട്ടി പകരം കൊടുക്കണം. ഒരുത്തൻ കൂട്ടുകാരൻ്റെ പക്കൽ കഴുത, കാള, ആട് എന്നിങ്ങനെ ഒരു മൃഗത്തെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കെ അത് ചത്തുപോവുകയോ അതിന് വല്ല കേടുതെട്ടുകയോ ആരും കാണാതെ കളവ് പോവുകയോ ചെയ്താൽ കൂട്ടുകാരൻ്റെ വസ്തുവിന്മേൽ അവൻ കൈവച്ചിട്ടില്ല എന്ന് യഹോവയെ കൊണ്ട് സത്യം ഇരു പാട്ടുകാർക്കും തീർച്ചയായിരിക്കണം. ഉടമസ്ഥൻ അത് സമ്മതിക്കണം. മറ്റവൻ പകരം കൊടുക്കേണ്ട. എന്നാൽ അത് അവൻ്റെ പക്കൽ നിന്ന് കളവ് പോയി എന്ന് വരികിൽ അവൻ അതിൻ്റെ ഉടമസ്ഥന് പകരം കൊടുക്കണം.
അത് കടിച്ചു കീറിപ്പോയെങ്കിൽ അവൻ അതിന് സാക്ഷ്യം കൊണ്ടുവരണം. കടിച്ചു കീറിപ്പോകേണ്ടതിന് അവൻ പകരം കൊടുക്കേണ്ട. ഒരുത്തൻ കൂട്ടുകാരനോട് വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥൻ അരികയില്ലാതിരിക്കെ വല്ല കേട് ഭവിക്കുകയോ ചത്തുപോവുകയോ ചെയ്താൽ അവൻ പകരം കൊടുക്കണം. ഉടമസ്ഥൻ അരികെ ഉണ്ടായിരുന്നാൽ അവൻ പകരം കൊടുക്കേണ്ട. അത് കൂലിക്ക് വാങ്ങിയതെങ്കിൽ അതിന് കൂലിയുണ്ടല്ലോ. അപ്പോൾ അതാണ് സാധാരണമായിട്ടുള്ള വ്യക്തിപരമായ ഇടപാടുകൾ തമ്മിലുള്ള കാര്യങ്ങളിലുള്ള നമ്മളുടെ വ്യവഹാരങ്ങൾ നമ്മൾ തമ്മിലുള്ള ഇടപാടുകൾ തമ്മിൽ എത്രമാത്രം നമ്മൾ വിശ്വസ്തരാണ്, ആളുകൾ എത്രമാത്രം നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നു. നമുക്കുള്ളത് ഒരാളുടെ വീട്ടിൽ കൊണ്ടൊരു സാധനം സൂക്ഷിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അതിലെത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് 16 മുതലുള്ള വാക്യങ്ങളിൽ ലോ കൺസേണിങ് ഇമ്മോറാലിറ്റിയെ പറ്റി 16-17 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നമ്മുടെ ദുർനടപ്പിനെ പറ്റിയാണ് പറയുന്നത്. 16-ാം വാക്യത്തിൽ വിവാഹത്തിന് നിയമിക്കപ്പെടാത്ത ഒരു കന്യയെ ഒരുത്തൻ വശീകരിച്ച് അവളോടുകൂടെ ശയിച്ചാൽ അവൻ സ്ത്രീധനം കൊടുത്ത് അവളെ വിവാഹം കഴിക്കണം. അവളെ അവന് കൊടുപ്പാൻ അവളുടെ അപ്പന് അശേഷം മനസ്സില്ലെങ്കിൽ അവൻ കന്യകമാരുടെ സ്ത്രീധനത്തിനൊത്തവണ്ണം പണം കൊടുക്കണം. അത് സ്ത്രീകളുടെ ഒരു വിവാഹത്തെ സംബന്ധിച്ച ഇമ്മോറൽ ആക്ടിവിറ്റീസിൻ്റെ കാര്യമാണ്. ഒരു കന്യകയായ സ്ത്രീയെ ഉപദ്രവിക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് അവിടെ വളരെ വ്യക്തമായി പറയുന്നത്. 18 മുതൽ 23-ാം അധ്യായത്തിന് 9 വരെ ലോസ് കൺസേണിങ് സിവിൽ ആൻഡ് റിലീജിയസ് ഒബ്ലിഗേഷൻസ്. 18 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ കടപ്പാടുകൾ സഭാപരമായും മതപരമായും സാമൂഹികപരമായിട്ടുള്ള നമ്മളുടെ കടപ്പാടുകൾ ആണ് കൃത്യമായിട്ട് 18-ാം വാക്യം മുതൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്ഷുദ്രക്കാരത്തിയെ നീ ജീവനോടെ വയ്ക്കരുത്. അതായത് ഈ കൂടോത്രം തട്ടിപ്പ് നടത്തുന്ന ആളുകൾ, മൃഗത്തോടുകൂടി ശയിക്കുന്ന ഏവനും മരണശിക്ഷ അനുഭവിക്കണം. കാരണം അവൻ മൃഗീയനായ മനുഷ്യനാണ്. 20-ാം വാക്യത്തിൽ യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം. ദൈവഭയമില്ലാത്തവനെ, ദൈവത്തിനല്ലാതെ ഉള്ളവർക്ക് യാഗം കഴിക്കുന്നവനെ അന്നത്തെ കൽപ്പന കൊടുത്തിരിക്കുകയാണ്. 21-ാം വാക്യത്തിൽ പരദേശിയെ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കുകയും വരുത്. നിങ്ങളെ മിസ്രയീം ദേശത്തെ പരദേശികൾ ആയിരുന്നുവല്ലോ. പരദേശി എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ എന്നും നമ്മൾ എത്രയോ പരദേശികളെയാണ് കാണുന്നത്. നമ്മൾ തിങ്ങി നിറഞ്ഞ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണ്. അപ്പോൾ അവരെല്ലാം പരദേശികൾ. അവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് അത് നമ്മൾ ഓർത്തോണം. അത് വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും നമ്മുടേതാണെന്നുള്ള സ്വാർത്ഥവ ചിന്തയിൽ ചെയ്താൽ അത് വലിയ പാപമാണ്. 22-ാം വാക്യത്തിൽ വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത്. അവർക്ക് തിരിയൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഈ 22-ാം അധ്യായത്തിൻ്റെ പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വളരെ സൂക്ഷിക്കുന്നത് പരദേശിയും അനാഥനും വിധവയും. അവരെ വളരെ കൺസേണാണ് കർത്താവിന് അവരോട്. ഒരു കാരണവശാലും അവരെ ഒരു പ്രയാസവും അവർക്ക് വരുത്തരുത് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. 21-ാം വാക്യത്തിൽ അവരെ വല്ല പ്രകാരത്തിൽ ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും, എൻ്റെ കോപവും ജ്വലിക്കും. ഞാൻ വാളുകൊണ്ട് നിങ്ങളെ കൊല്ലും. നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരുമായിത്തീരും. എൻ്റെ ജനത്തിൽ നിൻ്റെ അടുക്കലുള്ള ഒരു ദരിദ്രന് പണം വായ്പ കൊടുത്താൽ പൊലിക്കടക്കാരനെ പോലെ ഇരിക്കരുത്. അവനോട് പലിശ വാങ്ങുകയും അരുത്. നീ കൂട്ടുകാരൻ്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കും മുമ്പേ മടക്കി കൊടുക്കണം. കൃത്യമായിട്ടത് പറയുകയാണ്. സാധുക്കളായ ആളുകളോടുള്ള പണസംബന്ധമായിട്ടുള്ള ഇടപാട്. 27-ാം വാക്യത്തിൽ അതുമാത്രമല്ലോ അവൻ്റെ പുതപ്പ്, അതുമാത്രമല്ലോ അവൻ്റെ ശരീരം മൂടുന്ന വസ്ത്രം, അവൻ പിന്നെ എന്തോന്നും പുതച്ച് കിടക്കും. അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും. ഞാൻ കൃപ ഉള്ളവനല്ലോ. നീ
ദൈവത്തെ ദുഷിക്കരുത്. നിൻ്റെ ജനത്തിൻ്റെ അധിപതിയെ ശപിക്കുകയുമരുത്. ഈ ദൈവത്തെ ശപിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നവരല്ലേ നമ്മൾ. 29-ാം വാക്യത്തിൽ നിൻ്റെ വിളവും ദ്രാവകവർഗവും അർപ്പിപ്പാൻ താമസിക്കരുത്. നിൻ്റെ പുത്രന്മാരിൽ ആദിജാതനെ എനിക്ക് തരണം. ദൈവത്തിനുള്ളതാണ്. എല്ലാ ഭവനത്തിലെ ആദിജാതൻ ദൈവത്തിനുള്ളതാണ്. ഇന്ന് പുത്രന്മാരുടെയും പുത്രിമാരുടെയും എണ്ണം കുറയുന്നത് കൊണ്ട് ദൈവത്തിന് കൊടുക്കാൻ മക്കളില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. 30-ാം വാക്യത്തിൽ നിൻ്റെ കാളകളിലും ആടുകളിലും അങ്ങനെ തന്നെ. അത് 7 ദിവസം തള്ളയോടുകൂടെ ഇരിക്കട്ടെ, 8-ാം ദിവസം അതിനെ എനിക്ക് തരണം. നിങ്ങളെനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. കാട്ടുമൃഗം കടിച്ചു കീറിയ മാംസം തിന്നരുത്. നിങ്ങളതിനെ നായ്ക്കൾക്ക് ഇട്ടുകളയണം. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളെപ്പറ്റി ഉദ്ദേശിക്കുന്നത് നമ്മൾ വിശുദ്ധന്മാരായിരിക്കണം. നമ്മളെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. ഒരു വിശുദ്ധ ജനമായി മാറ്റിയെടുക്കുവാനാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒന്ന് വിശുദ്ധീകരിക്കുവാൻ, നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുവാനുള്ള ഈ പുറപ്പാട് പുസ്തക ധ്യാനത്തിലൂടെ കനാൻ പ്രവേശനം സാധിപ്പിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടായി വലിയ അനുഗ്രഹങ്ങൾ, വലിയ അത്ഭുതങ്ങൾ അവരുടെ സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും അവരായിരിക്കുന്ന മേഖലകളിലും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും ഉണ്ടാകുവാൻ തമ്പുരാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.